ഇതെല്ലാം കണ്ടുവച്ചോ? ഗോമതി ഇവിടെ ഉണ്ടായിരുന്നാ? ഇവരൊക്കെ സിനിമാക്കാരാ. ഇവർക്ക് ഷൂട്ടിങ്ങിന് ജാംബവാന്റെ കാലത്തുള്ള ഒരു വീട് വേണം. ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. പിള്ളേരല്ലേ, കുറച്ച് ചില്ലറയും തടയും. അടിപൊളിയായിട്ടത് ആഭരണപ്പെട്ടി ഇതിലൊന്നുമില്ലല്ലോ. അടിപൊളി ഈ സാധനം നമുക്ക് പറ്റും. ജാമ്പാന്റെ കാലത്തുള്ള നിങ്ങൾ വാ ആർട്ട് ഡയറക്ടറെ. ജാംബവാന്റെ കാലത്തല്ലേലും ഏതാണ്ട് ഇതുപോലത്തെ വീട് എനിക്കുണ്ട്. ഇത് വേറെ ആരല്ല സാറേ, ഓടമ്പിൽ ഹംസ. ഉറപ്പാ ഓടമ്പേ പരവല്ല സാർ. ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ലേലും സൂപ്പർമാൻ ജോസ്, അതല്ലാണ്ട് വേറെ ആരാവില്ല സാർ. അതെ, സൂപ്പർമാൻ ജോസും ആവും. മോന രാവിലെ തന്നെ നിറച്ച് കോപ്സാണല്ലോ. ബ്ലാക്ക് പാനെ പിടിച്ചാ? ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ അറിയാൻ പാടില്ല. ജോലിയിൽ കേടലിന്റെ വീട്ടിൽ ഇന്നലെ കള്ളങ്കരി എന്തായി? കള്ളൻ എന്ത് കാണല്? ആ ഇഞ്ചാമ്പിളി കാണല് പേടിച്ച് തൂറിന് കേട്ടെ. ഇന്നലെ ഞങ്ങളുടെ അവിടെയും തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിരുന്നേട്ടാ. ഞങ്ങളുടെ വീട്ടിൽ കയറി മുട്ടിയാലേ അങ്കിളുടെ നല്ല ഇടി കിട്ടും. മോനെ ഇനിയിപ്പോ എല്ലാരും ജിമ്മിലൊക്കെ പോകേണ്ടി വരുമല്ലോ. രവിക്കുട്ടൻ എന്തിനാ ജിമ്മ്? രവിക്കുട്ടൻ ഇപ്പഴേ ഓക്കെ അല്ലേ? ഞാൻ എത്ര ആളായി പറയണ മോഹനേട്ടോടൊന്ന് ജിമ്മിലൊക്കെ പോവാൻ. ഒന്ന് പോയിക്കൂടെ? പോയേ ബാക്കി ഇങ്ങോട്ട് വരണെന്ന് തരാന്ന്. കൊറോണയൊക്കെ ആയതുകൊണ്ട് വരുമാനം കുറവായിരുന്നു ഗോമതി. കൊറോണ ആർക്കാ? തേങ്ങക്കോ? കൊറോണ ആർക്കാണ്? തേങ്ങക്കാണോന്ന് കണക്കൊഴികെ ബാക്കി എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ. മോനേടാ, നീ പോണേന് മുമ്പ് വണ്ടി ഒന്ന് ഓണാക്കിട്ടിട്ട്. അതിന്റെ ബാറ്ററി ഒക്കെ എനിക്കെടുക്കണത് ആരെങ്കിലും ഒന്ന് ശരിയാക്കല് ശരിയാവുള്ളൂ. ഓ, ഇതൊക്കെ മര്യാദക്ക് കുത്തി വെക്കി. ഞാൻ പോയിട്ട് വരാം. ബൈ. കാറൊക്കെ മേടിച്ചാ? അതൊക്കെ പറഞ്ഞാ മതി, എനിക്ക് നല്ലോണം കേക്കാം. பர்வதம் சுந்தரேசன் அம்மாவுக்கு பிள்ளையார் தான் எல்லாம். பிள்ளையாருக்கும் அம்மா யாருன்னு தெரியும். இவங்களுக்கு ஒரு நல்ல பழக்கம் இருக்கு. தனக்கு பிடிச்சது எங்க இருந்தாலும் இப்படி நேரடியா வந்து உரிமையா கேட்டு வாங்கிடுவாங்க. நீங்க இல்லைன்னே சொல்ல முடியாது. ஏன்னா பர்வதம் ஒரு அற்புதம். பிள்ளையாரு நீங்களாரு? ஐ எம் மிஸ்டர் சரவணன். சரவணன் சார்னே கூப்பிடுங்க. நோ ப்ராப்ளம். നിങ്ങൾ വന്ന കാര്യം പറയും. அது வந்து ബാനു എന്താ വിളിച്ചേ? ഇതെവിടുന്ന? ഇത് ഇവരുടെയാ. ഇവർക്കിത് എവിടുന്ന് കിട്ടി? ഇതവര് വാങ്ങാൻ വന്നതാ. ആഹാ, അത് ശരി. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഗോമതിയെ കൊണ്ട് ഇത് വിൽക്കാൻ സമ്മതിക്കില്ല. തറവാട്ടിൽ എന്തൊക്കെ അനർത്ഥങ്ങൾ നടക്കുന്നുണ്ടെന്നറിയാവോ? ക്ഷേത്രവും ആചാരമൊക്കെ അവക്ക് വലിയ തോന്നിയാസാണല്ലോ. തറവാട്ടമ്പലം മിന്നലടിച്ചു പോയപ്പോ നമ്മുടെ മൂർത്തിനെ അച്ഛനെ സോപ്പിട്ട് അടിച്ചു മാറ്റിയതും പോരാ. അമ്മാവാ എന്തോ നമ്മാവാ മിണ്ടാരിയടാ അണ്ണച്ചി. അവന്റെ ഒരു വെള്ള പാൻറ്റും ഷർട്ടും. എത്രയും പെട്ടെന്ന് അതവിടുന്ന് മാറ്റിയേ പറ്റൂ. അവര് പോയി ബാനു. അല്ലെങ്കിൽ ഇങ്ങനെ കുറെ എണ്ണം അവിടെ കയറി നിരങ്ങും. നിങ്ങൾ ഇവിടെ തന്നെ അങ്ങനെ അങ്ങ് ഇരുന്നോ?
விஷயம் வேற மாதிரி போகுது. சொந்த பந்தம் அவன் இவன்னு எல்லாம் ஒண்ணு சேரத்துக்கு முன்னாடி முடிச்சிடலாமா? அந்த பையனை புடி. അല്ല ഡോക്ടർ, ഈ ദാമ്പത്യ ജീവിതത്തെ പറ്റി ആലോചിക്കുമ്പോഴേ രാത്രി കണ്ണ് കാണാതെ. പ്രേമത്തിന് കണ്ണില്ലെന്നല്ലേടോ, സ്പർശനേ സുഖമെന്നല്ലേ? അതെ. ഓക്കെ. എൻ്റെ പൊന്നെ രവി, കല്യാണത്തിന് ശേഷം ചിലതൊക്കെ കാണാതെയും കേൾക്കാതെ ഇരിക്കുന്നതാ നല്ലേ. ഇതിപ്പോൾ തൻ്റെ കേസിൽ തൻ്റെ പേരൻസ് ബ്ലഡ് റിലേഷനിലായതുകൊണ്ടല്ലേ ഈ പ്രോബ്ലം ഉണ്ടായേ. താൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ടോ. തൻ്റെ കുട്ടികൾക്ക് ഇതൊന്നും വരാനുള്ള സാധ്യതയില്ല. ധൈര്യമായിട്ടിരിക്കേ. ഈ സ്വത്തും തറവടുത്തൊന്നും കൈത് പോയിരിക്കാൻ വേണ്ടി അപ്പൂപ്പൻ ചെയ്തൊരു ഐഡിയ ആണ്. പഴനിയിലൊരു മാമൻ്റെ മോനെ കൊണ്ട് മോളെ പിടിച്ച് കെട്ടിച്ച് അവർ കല്യാണം കഴിച്ച് കുറച്ച് കളഞ്ഞപ്പോൾ 2 വഴിക്കായി. എനിക്കാണെങ്കിൽ പണിയും കിട്ടി. വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവുമല്ലേ, അവരെ തമ്മിൽ ഒരുമിപ്പിക്കാൻ നോക്കടോ. എൻ്റെ പൊന്നു ഡോക്ടറെ, അത് ഈ ഭക്തിയും കലയും തമ്മിലുള്ള വലിയൊരു പോരാട്ടമാണ്. അതിൻ്റെ കൂടെയാണ് നല്ല ഒട്ടുക്ക് തീകൂരും. ഡോക്ടർ നടക്കണ കാര്യമല്ലാണ്ട് പറ. ഞാൻ തനിക്കൊരു സാധനം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. ഒരു റെപ്പ് വന്നപ്പോ കൊണ്ടുവന്നതാ. എന്തത്? താൻ നോക്ക്, എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവില്ല ഇത്. ഇത് കൊള്ളാലോ ഡോക്ടറെ. അപ്പൊ ഈ സയന്റിസ്റ്റുകളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടല്ലേ? കൊറേ നേരമായിട്ടാ അന്വേഷിക്കണേ. എന്തിന്? നീ ചെല്ല്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ പോകണേ എല്ലാരും പണി പോകുന്നത് തോന്നാ. എന്തെങ്കിലും സീനിലേക്ക് ആ സീനെ പാക്ക് ചെയ്യാൻ നോക്കും. എന്റെ പൊന്ന് ജിംഷാബ്രോ, നിനക്ക് നിന്റെ ട്രൗസർ ഇട്ടാ പോരെ? അവരവരുടെ പണിയല്ലേ എടുക്കുന്നത്. ഇനി എന്നെ ട്രൗസർ ഡേപ്പി. നീയേ പുതുശ്ശേരി ചോന്നാളിട്ടല്ലേ തളിച്ചേ? ആയിക്കോട്ടെ, നീ എന്തിനാ കുടുങ്ങണത്? ഒന്നുമില്ല. പോലെ. ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ബ്രോയുടെ പരിപാടിയാണ് ബ്രോ, അടിപൊളി. രാവിലെ വന്നിട്ട് 1 മണിക്കൂർ അകത്തിട്ട് ചൊറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ 2000 രൂപ കൈ കിട്ടും. എന്നാ ബ്രോ ചൊറി. ഒരു കാര്യമില്ലായിരുന്നു. ரவி குமாரசாமி. ஹாய் ரவி. ஹாய். ஐ மிஸ்டர் சரவணன். மாடம் உங்களை பார்க்கணும். മാഡം? ഏത് വേണം? கொஞ்சம் தனியாக பேசலாமா? എടാ ഒന്ന് വന്നടാ, ഇപ്പൊ പോരാ.